ക്ലാസ്സുകളിൽ കണ്ടില്ലേ? എല്ലാവർക്കും നല്ല സന്തോഷത്തോടുകൂടി ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തെ ആത്മീയമായും ഭൗതികമായും ഉയർത്തുവാൻ വേണ്ടി നമ്മൾക്ക് ഓരോ നിമിഷവും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷൈജു അച്ഛനെ ഈ 2025-26 അധ്യയന വർഷത്തിന്റെ പ്രവേശനോത്സവ ചടങ്ങിലേക്ക് ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും കണ്ടിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ വെരി റെവറന്റ് ഫാദർ ഷൈജു ഡോക്ടറിനെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായിട്ടുള്ള വ്യക്തികളെ, പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, അധ്യാപകരെ, പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഈ ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ്. നമുക്കറിയാം, പ്രകൃതി വരെ മഴ വരെ മാറി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും പുതിയ ഉടുപ്പും നല്ല നിങ്ങളുടെ കയ്യിൽ ആ പൂമ്പാറ്റയൊക്കെ പൊക്കി പിടിച്ചേ ബട്ടർഫ്ലൈ. അപ്പൊ ഈ കയ്യിൽ ബട്ടർഫ്ലൈ പോലെ തന്നെ നിങ്ങളുടെ ഈ അധ്യയന വർഷം ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ആനന്ദകരമാവട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ഇന്ന് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്നുള്ളത്. അപ്പൊ ഇതിന് തന്നെ വലിയൊരു കൂട്ടായ്മയുടെ സന്ദേശമാണ്. അതായത് നമ്മൾ മറ്റൊരാള് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അതിന് സന്തോഷിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരുമിച്ച് ഒന്നാകാം എന്നാണ് എഴുതിയിരിക്കുന്നത്. കൂട്ടായ്മയിൽ വളരണം എന്നുള്ളതാണ്. പിന്നെ ഇന്ന് എനിക്ക് പറയാനുള്ള മറ്റൊരു ചിന്ത എന്നുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ച സ്കൂൾ ബാഗോ ഉപയോഗിച്ച കുടയോ ഉപയോഗിച്ച വാട്ടർ ബോട്ടിലൊക്കെ ആണെങ്കിലും അതിലൂടെയൊക്കെ നിങ്ങൾ റീയൂസ് ഹീറോസ് ആവുകയാണ്. കാരണം പ്രകൃതി സ്നേഹം, പ്രകൃതിയെ ഈ ജൂൺ 5-ാം തീയതി വ്യാഴാഴ്ച തന്നെ പരിസ്ഥിതി ദിനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയോടുള്ള സ്നേഹം തന്നെ ആകട്ടെ ഒന്നാം പാഠം എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഈ വർഷം നിങ്ങൾക്ക് ഉപയോഗിച്ച സ്കൂൾ ബാഗും ഉപയോഗിച്ച വാട്ടർ ബോട്ടിലും ഉപയോഗിച്ച കുടയും ഒക്കെ ആണെങ്കിൽ തന്നെ അതിന് തന്നെ ഒരു മനോഹാരിതയുണ്ട്. യൂസ് ഹീറോസ് ആവുകയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് പ്രകൃതിയോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. രണ്ടാമതായിട്ടുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു നിമിഷം തന്നെയാണ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളത്. നെക്സ്റ്റ് ഡേ, നാളെ എന്നുള്ളത് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുക. ഇന്ന്, ഇപ്പോൾ, നൗ, ഇതാണ് ഈ നൗയിലോട്ടാണ്, പ്രസന്റിലോട്ടാണ് നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. നൗ എന്നുള്ളത് ഈ ഒരു നിമിഷം തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു നിമിഷം. ഇനി മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂല്യങ്ങളിൽ ഏറ്റവും വലുതായിട്ട് വേണ്ടത് താഴ്മയും എളിമയുമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 2 നമ്മുടെ മലയാളി വനിതകൾ ലോകം മൊത്തം പായ് വഞ്ചിയിൽ 8 മാസം അവർ നടുക്കടലിൽ 2 സ്ത്രീകൾ, ഒന്നൊരു പുതുച്ചേരി സ്വദേശിയും പിന്നെ ഒന്ന് കോഴിക്കോട് സ്വദേശിയും, അവര് 8 മാസം 4 ഓഷ്യൻസ് ഒക്കെ താണ്ടി അവർ വിജയിച്ച് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അവർ പറഞ്ഞ അവരുടെ ഒരു പാഠം, അവർ ഈ ഒരു 8 മാസം സാഹസിക യാത്ര കൊണ്ട് അവർ മനസ്സിലാക്കിയ പാഠം ഒരു സെന്റൻസിൽ പറയുകയാണെങ്കിൽ അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പ്രകൃതി ഞങ്ങളെ കൂടുതൽ വിനയമുള്ളവരാക്കി എന്നാണ്. വിനയം, താഴ്മ, എളിമ, ഇത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. അപ്പൊ നിങ്ങൾ കുഞ്ഞുമക്കൾ, നിങ്ങൾ ഈ മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരെ മനസ്സിലാക്കി താഴ്മയുള്ളവരായിട്ട് വിനയമുള്ളവരായിട്ട് നമുക്ക് ഈ ഒരു ദിവസം, ഈ ഒരു വർഷം തുടങ്ങാം. അപ്പോൾ അതിലോട്ടുള്ള എല്ലാവിധ നന്മകളും ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തെ സമർപ്പിച്ചു. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ പല കാര്യങ്ങൾ, മുന്നോട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂം, അതുപോലെ തന്നെ പല സ്വപ്നങ്ങൾ ടീച്ചറെ അടുത്ത് പങ്കുവയ്ക്കുകയുണ്ടായി. അതും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് അതൊരു യാഥാർത്ഥ്യം, റിയാലിറ്റി ആക്കാം എന്നതുകൂടെ ഞാൻ ചിന്തിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നമുക്കത് വിജയകരമായിട്ട് ഇവിടെ അത് റിയാലിറ്റി ആക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അവർക്ക് ദീപം തെളിയിച്ചു നൽകുവാൻ സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ഷൈജു തോപ്പിലിനെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ഓരോ വിദ്യാർത്ഥികളും വിദ്യാദീപം തെളിയിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം.